എവിടെ നിന്നാണോ നമ്മുടെ രാജ്യത്തിന്റെ അകത്തളങ്ങളിലേക്ക് സാധാരണ ജനങ്ങൾക്ക് നേരെ വരുന്ന ഡ്രോണുകളും അതേപോലെ തന്നെ മിസൈലുകളും എവിടെ നിന്നാണോ വരുന്നത്, അവിടെയാണ് നമ്മൾ നിക്ഷേപിച്ചത്. അങ്ങനെ നമ്മളെ ഇല്ലാതാക്കാൻ വരുന്ന ആസ്ഥാനമാണ് നമ്മൾ തകർത്തത്. അവിടെയാണ് പാകിസ്ഥാൻ അവസാനമായിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, നിങ്ങളൊന്ന് ശാന്തിയാവാം, സമാധാനമാവാം. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു നയതന്ത്രമായിട്ടുള്ള ഒരു തമാശമായിട്ടുള്ള കാര്യങ്ങളാണ്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നത് 3 ദിവസം മാത്രമേ ഉള്ളൂ. ആ 3 ദിവസം പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇവിടെ ഏറ്റവും വലിയ സ്ത്രീ ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം എന്നത് സ്ത്രീകൾക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതിനെയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മളെ നയിച്ചിരിക്കുന്നത്. ഈ സിന്ദൂരിന്റെ ഭാഗമായിട്ട് നടന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും 2 സ്ത്രീകളായിരുന്നു. കേണൽ സോഫിയ ഖുറേഷിയും അതേപോലെ വിംഗ് കമാൻഡർ വയോമിക സിംഗും. പക്ഷെ ഒരു സൈനികൻ ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരു ഹീറോയിസം ഇല്ല. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് സൈനികർ ചെയ്യേണ്ട കർത്തവ്യം മാത്രമാണ്. അത് ഞാനല്ലെങ്കിൽ വേറൊരാൾ ചെയ്തിരിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സത്യം എന്നത് രാജ്യത്തിനകത്ത് വന്ന ഒരു തീവ്രവാദിയും തിരിച്ചു പോയിട്ടില്ല. തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ചുണക്കുട്ടികളായ സൈനികർ വിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ രാജ്യം എപ്പോഴും ശാന്തിയും സമാധാനത്തോടും കൂടി നിൽക്കും. കാരണം 8 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന നമ്മുടെ രാജ്യത്ത് ഇന്നിപ്പോഴും ഈ സമാധാനത്തോടു കൂടി നിറപുഞ്ചിരിയോടുകൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. രാപ്പകലില്ലാതെ കൺമിഴി അടക്കാതെ അവർ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം പിന്നിട്ടപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരരായിട്ടുള്ള ആയിരക്കണക്കിന് സൈനികരാണ് ജീവൻ ബലി കൊടുത്തിരിക്കുന്നത്. അതാണ് കാങ്കൈ യുദ്ധത്തിൽ ക്യാപ്റ്റൻ വിക്രം ബാന്ദ്ര ടൈഗർ ഹില്ല് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ത്രിവർണ്ണ പതാകയുണ്ടായിരുന്നു. ആ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ഒരു സൗപത്തകൻ ചോദിച്ചു, സർ, ഇതിന്റെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ ടൈഗർ ഹില്ല് പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത് വിജയകാഹളം ഞങ്ങൾക്ക് മുഴക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കോ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സത്യം എന്നത് രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നത് കാറ്റിന്റെ ഗതി കൊണ്ടല്ല, ഓരോ സൈനികന്റെയും ഉച്ഛ്വാസം കൊണ്ടാണെന്ന് പറഞ്ഞു. അവിടെ എനിക്ക് അപകടം പറ്റി. എന്റെ തലയുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഗ്രനേഡിന്റെ പീസ് ഉണ്ട്. അത് എടുക്കാൻ പറ്റിയിട്ടില്ല. 3 പീസുകൾ ഉണ്ടായി. 2 എടുത്തു. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡ് പാരലൈസ് ആയി. 2.5 വർഷക്കാലത്തോളം ഹോസ്പിറ്റലായിരുന്നു. ഒരു 4-5 മാസത്തോളം കോമയിലായിരുന്നു. അതിനൊക്കെ അതിജീവിച്ച് മനീഷ് എന്ന് പറയുന്ന വ്യക്തിയെയല്ല, മനീഷ് ചെയ്ത പ്രവൃത്തിയെ ഈ രാജ്യത്തുള്ള എല്ലാവരും സ്നേഹിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയും സ്നേഹത്തിന്റെയും ഫലമായിട്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പ്രവൃത്തിയാണ് നമ്മുടെ ഭഗവാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളെ തേടിയെത്തും.